സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരിപാടികളിലും സജീവ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ ബിദ്അഈ സംഘടനകൾ ചരിത്രം പരിശോധിച്ചാൽ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് പിറകെ ആരംഭിച്ചതാണ്. അത്തരം പുതിയ ചിന്തകളും പുതിയ സംഘങ്ങളും ഇന്നും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. പലതും നിലനിൽക്കുന്നു, പലതും ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ബിദ്അത്തിന്റെ സംഘമാണ് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ അവരുമായി യോജിച്ചു പോകില്ല. ജമാഅത്തെ ഇസ്ലാമി ബിദ്അത്തിന്റെ സംഘമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്നു. നമ്മൾ അവരുമായി യോജിച്ചു പോകില്ല. തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ സംഘമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ അവരുമായി സഹകരിച്ചു പോകില്ല. ഈ തരത്തിൽ ബിദ്അഈ സംഘങ്ങൾ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നു. വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ത്വരീഖത്തുകൾക്കും മശായിഖുമാർക്കും എതിരെ തെറ്റായ ത്വരീഖത്തുകളും തെറ്റായ മശായിഖുമാരും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെക്കുറിച്ചും നമുക്ക് പഠിച്ച് കൃത്യമായ വിവരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈമാറി. അതുകൊണ്ട് തന്നെ അത്തരം സംഘങ്ങളുമായി നമ്മൾ സഹകരിച്ചു പോകാതെ നമ്മൾ ഈ വിശുദ്ധമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് മറ്റു മാർഗങ്ങൾ നമ്മൾ നിരാകരിക്കുന്നു? ഏതൊരു പ്രവർത്തകരും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് സുന്നത്ത് ജമാഅത്ത്? നമുക്കൊക്കെ അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് തിരുസുന്നത്ത്. ഇക്കാര്യം അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അള്ളാഹുവിനെയും പ്രവാചകരെയും അനുസരിക്കുക എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തും നിങ്ങൾ അംഗീകരിക്കുക. ഇതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. മറ്റൊരു വചനത്തിൽ തങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, മറ്റൊന്ന് പ്രവാചക തിരുമേനിയുടെ സുന്നത്ത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാധാരങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന കാര്യം അവിതർക്കിതമാണ്. ഇക്കാര്യം നാം അംഗീകരിക്കുന്ന പോലെ മുജാഹിദിലെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും ഉൾപ്പെടെയുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളും അംഗീകരിക്കുന്നു. ഷിയ, ഖവാരിജ്, മുർജിയ, ജഹമിയ, റാഫിലിയ തുടങ്ങി ചരിത്രത്തിൽ വന്ന എല്ലാ ബിദ്അഈ സംഘങ്ങളും അംഗീകരിക്കുന്നു. ലോകത്ത് പ്രത്യക്ഷപ്പെട്ട എല്ലാ തീവ്രവാദ സംഘടനകളും, കേരളത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട NDF പോലുള്ള SDFI പോലുള്ള എല്ലാ സംഘങ്ങളും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് അടിസ്ഥാനപരമായി ദീനിന്റെ പ്രമാണങ്ങളെന്ന് ശരിവെക്കുന്നു. പിന്നെ എവിടെയാണ് പ്രശ്നം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ബിദ്അഈ കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന അതിർരേഖ, അതിർവരമ്പ് ഏത്? വളരെ വ്യക്തമാണ് എന്റെ ആൻസർ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നൽകുന്ന വ്യാഖ്യാനങ്ങളിലാണ് വ്യത്യാസം. വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, നബി വചനങ്ങൾക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളും തമ്മിൽ പ്രധാനമായും അന്തരം നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറബിയിലാണ്.
അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിന്റെ പരിഭാഷ പറയാൻ സാധിക്കണം. അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നതാണ് പ്രധാനം. പ്രവാചക തിരുമേനിയെ നമുക്കറിയാം, 40 വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകത്വവുമായി മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക തിരുമേനിയെ സമീപിച്ചു. അന്ന് തൊട്ട് പ്രവാചക തിരുമേനി തങ്ങളുടെ വിയോഗം വരെ 23 വർഷക്കാലം, 63 വയസ്സുവരെ ഈ ഖുർആൻ സന്ദേശങ്ങൾ, ഖുർആൻ സൂക്തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഘട്ടം ഘട്ടമായി സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും പശ്ചാത്തലങ്ങൾക്കും അനുസൃതമായി പ്രവാചക തിരുമേനിക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ 23 വർഷക്കാലം സ്ഥലകാല സന്ദർഭങ്ങൾക്കനുസൃതമായി, സാഹചര്യങ്ങൾക്കനുസൃതമായി, ഓരോ പശ്ചാത്തലങ്ങൾക്കും അനുസൃതമായി പ്രവാചക തിരുമേനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കാണിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് പ്രവാചക തിരുമേനി മൗനാനുവാദം നൽകി. മൊത്തം പ്രവാചക ജീവിത മാതൃക ഈ സുന്നത്ത്, ഇത് രണ്ടും 23 വർഷക്കാലം ഈ ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ ഖുർആനും ഹദീസും നമുക്ക് കൈമാറുന്നത് സത്യത്തിൽ 2 ഗ്രന്ഥങ്ങളായല്ല. ഇതൊരു ഖുർആന്റെ ഗ്രന്ഥമാണ്, നിങ്ങൾക്കിതാ ഞാൻ കൈമാറുന്നു. ഇതെന്റെ ഹദീസിന്റെ ഗ്രന്ഥമാണ്, 2ാം പ്രമാണമായ സുന്നത്തിന്റെ ഗ്രന്ഥമാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. 10 ലക്ഷം ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞ് കൈമാറിയിട്ടില്ല. മറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. തറക്തു ഫീക്കും അംറൈൻ, എന്റെ ആദരണീയരായ അനുചരന്മാരെ, സ്വഹാബത്തെ, തറക്തു ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, ഫീക്കും നിങ്ങളിൽ, അംറൈൻ 2 കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുകൾ എവിടെ ഉപേക്ഷിച്ചു പോകുന്നു? ഫീക്കും, അറബി അറിയുന്ന ആളുകൾക്കറിയാം, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി 2 ഗ്രന്ഥങ്ങൾ, തറക്കുലക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 2 ഗ്രന്ഥമായി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്നല്ല. ഞാൻ ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചു പോകുന്നത് എവിടെയാണ്? എന്റെ സഹാബത്തെ, ഫീക്കും നിങ്ങളിൽ. അപ്പൊ ഖുർആന്റെ യഥാർത്ഥ രൂപം എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സുന്നത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം, വിശദീകരണം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഒരു സംശയമില്ല, അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഖുർആനും സുന്നത്തും നിലനിൽക്കുന്ന ഫീക്കും ഈ സ്വഹാബത്തെ നിങ്ങളിലാണ്, നിങ്ങളുടെ ജീവിതത്തിലാണ്, നിങ്ങളുടെ പ്രവൃത്തിയിലാണ്, നിങ്ങളുടെ വാക്കുകളിലാണ്, നിങ്ങളുടെ ഫത്വകളിലാണ്, നിങ്ങളുടെ വിശദീകരണങ്ങളിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഓരോ സൂക്തങ്ങളും അവതരിക്കുന്ന പശ്ചാത്തലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം. സിദ്ദീഖ് എംകന്റെ കൂടെ വന്ന ഇരുമ്പകശ്ശേരി കുഞ്ഞിക്കോയത്തങ്ങൾ ഉടൻ മെഡിക്കൽ സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ECG എടുക്കാനാണ്. സിദ്ദീഖ് എംകയുടെ കൂടെ വന്ന ഇരുമ്പകശ്ശേരി കുഞ്ഞിക്കോയത്തങ്ങൾ മെഡിക്കൽ സെന്ററുമായി ഉടനെ ബന്ധപ്പെടണം. അപ്പൊ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെയും യഥാർത്ഥ വിശദീകരണം എവിടെ എന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അത് മഹാന്മാരായ സ്വഹാബത്തിനെന്ന കാര്യം വ്യക്തം. ആ സ്വഹാബത്ത് 23 വർഷക്കാലത്തെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഈ സൂക്തം എന്തിന് അവതരിച്ചു, എന്താണ് ഈ ആയത്തിന്റെ താല്പര്യം, ഈ നബിവചനം എന്തർത്ഥത്തിലാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്, അത് നിർബന്ധ സ്വരത്തിലാണോ അതോ ഒരു നിഷേധാത്മക സമീപനത്തിലാണോ, അതോ കേവലം ഐച്ഛികമായ രൂപത്തിലാണോ, അതോ കേവലം അനുവാദത്തിന്റെ രൂപത്തിലാണോ, എന്താണ് ഈ കൽപ്പന നൽകിയതിന്റെ താല്പര്യം? ഇതൊക്കെ വിശദമായി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ച ലോകത്ത് ഒരേ തലമുറയുള്ളൂ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹു സംതൃപ്തിയ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. സ്വഹാബത്തിനറിയാം എന്താണ് ആ സൂക്തത്തിന്റെ താല്പര്യം, സ്വഹാബത്തിനറിയാം എന്താണ് ആ നബിവചനത്തിന്റെ താല്പര്യം. ആ താല്പര്യം അങ്ങനെ തന്നെ വിശദമായി ഫത്വകളായി സ്വഹാബത്ത് താബിഈകൾക്ക് കൈമാറി തൊട്ടടുത്ത തലമുറ, താബിഈകൾ തൊട്ടടുത്ത തലമുറയ്ക്ക് കൈമാറി താബിഈകൾ. ഈ 3 തലമുറകൾ വളരെ പ്രധാന. ഈ 3 തലമുറകളോടുകൂടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഫത്വകളും ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ സമ്പൂർണമായി ലോക സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു.
അപ്പൊ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ വിശദീകരണങ്ങൾ, യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ സ്വഹാബത്ത് കൈമാറി ഈ 3 തലമുറകളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നു. അന്നത്തെ യോഗ്യരായ മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് കൈമാറിക്കൊണ്ട് ആ സമൂഹത്തിൽ സജീവമായി നിലനിന്നു. എവിടെയാണ് ഖുർആനും സുന്നത്തും? തറക്തു ഫീക്കും അംറൈൻ, ഇതാ നിങ്ങളിൽ സ്വഹാബത്തിൽ നിന്ന് പ്രകടമായി വ്യക്തമാണ് സ്വഹാബത്തിന്റെ ജീവിത രീതി. ആ സ്വഹാബത്തിന്റെ മാതൃകാപരമായ ജീവിതമാണ് ഈ 2 തലമുറകൾ കൈമാറിക്കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 തലമുറകൾ സ്വഹാബത്ത്, താബികൾ അവരാണോ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമുക്ക് കൃത്യമായി വിശദീകരിച്ച് കൈമാറുന്നത്? ഈ 3 തലമുറകൾ അവരെക്കുറിച്ച് നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി, അവരുടെ വിശദീകരണത്തിൽ ഒരു അവ്യക്തതയും ഇല്ലാതിരിക്കാൻ വേണ്ടി, അത് വസ്തുനിഷ്ഠമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 തലമുറകൾക്ക് ഒരു പ്രത്യേകമായ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം നൽകി. ഈ 3 തലമുറകൾ നല്ലവരാ, സ്വഹാബത്ത് നല്ലതാ, താബികൾ നല്ലവരാ, താബികൾ നല്ലവരാ. അവരുടെ കൂട്ടത്തിൽ കുറിച്ച് ആർക്കും ഒരു തർക്കം വേണ്ട. അവർ യഥാർത്ഥ മാതൃകാ മുസ്ലിമീങ്ങൾ അവരാ. അവർക്കാണ് സലഫു സ്വാലിഹീങ്ങൾ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പറയും നല്ലവരായ സച്ചരിതരായ മുൻഗാമികൾ. സഹീഹുൽ ബുഖാരി തന്നെ റിപ്പോർട്ടിക്കുന്ന ഹദീസിൽ കാണാം തങ്ങളുടെ ഈ വാചകം: ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹു. ഏറ്റവും നല്ലവർ എന്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാ. തങ്ങൾ അങ്ങനെ തന്നെ ഉറപ്പിച്ചും പറയാം. ആരെന്ത് പറഞ്ഞാലും ശരി, അവരാണ് നല്ലത്, ഇവരാണ് നല്ലത്, അവർക്ക് തെറ്റി, ഇവർക്ക് തെറ്റി എന്നൊക്കെ പ്രചരിപ്പിച്ചാലും ശരി, അസന്നിഗ്ധമായി തങ്ങൾ പറയുന്നു നിരുപാധികം ഏറ്റവും നല്ലവർ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും പിന്നെ 2-ാം തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും പിന്നെ 3-ാമത്തെ വിഭാഗമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവരാണ് സലഫു സ്വാലിഹീങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ. അവരുടെ വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ, യഥാർത്ഥ വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ടു. അതാണ് 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. 4 മദ്ഹബുകൾ. ഈ 4 മദ്ഹബുകളായി ക്രോഡീകരിക്കപ്പെട്ടത് ഈ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിലാണ്. ഓരോ ഇമാമുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കി. സാമ്പിളിന് നാം അംഗീകരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാം തന്നെ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 150. അദ്ദേഹം വഫാത്തായത് ഹിജ്റ 204. നോക്കൂ നിങ്ങൾ, 3 നൂറ്റാണ്ടിന്റെ നേർമധ്യത്തിൽ. മറ്റ് 3 ഇമാമുകളും ഇങ്ങനെ തന്നെ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ അവർ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ച വിശദീകരണങ്ങളെ കുറിച്ച്, ഖുർആന്റെയും സുന്നത്തിന്റെയും വിശദീകരണങ്ങളെ കുറിച്ച് ഒരു സന്ദേഹത്തിനും ഒരു സംശയത്തിനും ഇടമില്ല എന്ന കാര്യം വ്യക്തം. അത് അംഗീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ സ്വഹാബത്തിന്റെ വിശദീകരണം അതേപടി ക്രോഡീകരിക്കപ്പെട്ടത് അംഗീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ശർഹുൽ അഖായിദ് പറയുന്നത് എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? മാ വറദ ബിഹി സുന്ന വമാ ജറ അലൈഹി ജമാഅ. അഹ്ലുസ് സുന്ന എന്നാൽ പ്രവാചക ചര്യയിൽ അധിഷ്ഠിതമായ മാർഗം. ഖുർആൻ എന്തേ പറയാത്തത്? ഖുർആൻ പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ എല്ലാ വിഭാഗം ലോകത്ത് എക്കാലം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഖുർആന്റെ വ്യാഖ്യാനം കൂടിയാണ്. അപ്പൊ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. പക്ഷെ എല്ലാ വിഭാഗവും ഈ അവകാശവാദം ഉന്നയിക്കും, ഞങ്ങളാണ് ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്നവർ. അവിടെയാണ് അടിവരേണ്ടത് വൽ ജമാഅ. സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി, സ്വഹാബത്ത് എന്ന സമൂഹത്തിന്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്തിന്റെ ഉത്കൃഷ്ട വിഭാഗത്തിന്റെ അടിക്കുറിപ്പുകൾക്ക് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഭാഗം. അതാണ് നമ്മുടെ പ്രത്യേകത. അത് സംശുദ്ധമായ മാർഗമാണ്. ആ മാർഗമാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത്. അതാണ് സത്യമാർഗം. ഈ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപാട് നബി വചനങ്ങളും ഖുർആൻ സൂക്തങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പ്രവാചക തിരുമേനി 73 വിഭാഗങ്ങൾ ആ എന്റെ സമൂഹം വേർപിരിയുമെന്ന് പറഞ്ഞപ്പോൾ ആരും സ്വഹാബത്ത് ചോദിച്ചു, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗവാസികൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ സത്യവിഭാഗം പ്രവാചകരെ? തങ്ങൾ പറഞ്ഞു മാ അന അലൈഹി വസ്ഹാബി. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ എന്നല്ല തങ്ങൾ പറഞ്ഞത്. മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്ന ആ മാർഗം അംഗീകരിക്കുന്നത് ഖുർആന്റെ സുന്നത്തിന്റെ മാർഗം. പക്ഷെ ആ ഖുർആനും സുന്നത്തും പറഞ്ഞ് പലരും ചരിത്രത്തിൽ കടന്നു വരുമെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ വേർതിരിച്ചു വന്നു ആ സ്വഹാബി, എന്റെ സ്വഹാബത്ത് കൂടി വിശദീകരിക്കുന്ന ആ മാർഗം. സ്വഹാബത്തിന് വിധേയമായി
ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഭാഗമാരാണോ അവരാണ് സത്യവിഭാഗമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നമ്മൾ അവിടെയാണുള്ളത്. അവരൊരു ഇഞ്ച് പിറകോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. ആ മാർഗത്തിലേക്ക് അഡീഷണലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമല്ല. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. കേരളത്തിന്റെ ചരിത്രത്തിൽ നീണ്ട 13 നൂറ്റാണ്ടുകാലം അഭംഗുരം തുടർന്നു വന്നത് മഹാന്മാരായ ആ സ്വഹാബത്ത് കൈമാറിയ വിശദീകരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ തുടർന്നു വന്നത്. അതാണ് ഇന്നും കേരളീയ മുസ്ലിങ്ങൾ കാണാൻ കഴിയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും. അതിനെതിരെ വികല ചിന്തകളുമായി കടന്നു വന്നപ്പോഴാണ് ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുലമ രംഗത്ത് വന്നിട്ട് ഒരു പുതിയ ആശയം പറഞ്ഞതായി ചരിത്രത്തിൽ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനാകില്ല. അന്ന് സ്വഹാബത്തിന്റെ വിശദീകരണം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു വച്ചത് അത് അതേപടി കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. അതാ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികത. നമ്മളോട് മസ്അലയെ കുറിച്ച് സംശയം ചോദിച്ചാൽ, നമ്മുടെ ആദ്യ ഗുരുവരന്മാരുടെ ഫത്വ ചോദിച്ചാൽ, അവർ ഫത്വ കമ്മിറ്റി യോഗം ചേർന്നാൽ അവർ ഖുർആനും ഹദീസും എടുത്ത് വ്യാഖ്യാനിച്ച് മസല കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഷാഫി മദ്ഹബായതുകൊണ്ട് ഷാഫി മദ്ഹബിന്റെ കിതാബെടുത്ത് പരിശോധിച്ചാണ് മസല പറയുന്നത്. കാരണം ഷാഫി മദ്ഹബ് സ്വഹാബത്ത് കൈമാറി തൊട്ടടുത്ത തലമുറയിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഹനഫി മദ്ഹബിന്റെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഫത്വ ചോദിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ആലിമീന ഫത്വ കമ്മിറ്റി അംഗങ്ങൾ ഉസ്താദ് MT ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ഹനഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചിട്ടാണ് അവർ ഫത്വകൾ തയ്യാറാക്കുന്നത്. ആ സംശുദ്ധമായ മാർഗം, സുരക്ഷിതമായ മാർഗം, അതാണ് സത്യസന്ധമായ മാർഗം. ഈ മാർഗം അംഗീകരിക്കാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്ന, പ്രമാണങ്ങൾക്ക് സ്വഹാബത്തിന്റെ വിശദീകരണവും അടിക്കുറിപ്പുകളുമില്ലാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി വിശദീകരണം നൽകുന്ന പ്രവണതകളാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകലമായ കക്ഷികളും അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്. അവരൊക്കെ വഴിതെറ്റാൻ അത് തന്നെയാണ് കാരണം. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളും അന്നത്തെ നബിവചനങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷ്യം വഹിച്ച ദൃക്സാക്ഷികളുടെ വിവരണം കൂടാതെ അംഗീകരിച്ചാൽ തെറ്റുപറ്റും എന്ന കാര്യം, വിശദീകരിച്ചാൽ തെറ്റുപറ്റും എന്ന കാര്യം ഉറപ്പാണ്. അന്നതിന് ദൃക്സാക്ഷികളായ ആളുടെ വിശദീകരണം സ്വീകരിച്ചാലോ നേരിട്ട് അനുഭവിച്ചറിയുക എന്ന വളരെ പ്രധാനമാണ്. ഇവർ ഡോക്ടർ തോമസ് ഐസക് വന്നു, കേരളത്തിലെ പ്രഗത്ഭനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണയായിരുന്നു ദീർഘകാലമായിട്ടുണ്ടായിരുന്നത്. കാരണം മറുവിഭാഗത്തിൽ നിന്നാണ് നമ്മളെക്കുറിച്ചുള്ള വിവരം മുഴുവൻ കിട്ടിയിരുന്നത്. ഇവിടെ നേർക്കുനേരെ വന്നു കണ്ടപ്പോൾ, നമ്മുടെ സ്വഭാവവും നമ്മുടെ അച്ചടക്കവും നമ്മുടെ ഈ ശക്തിയും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും നേരം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ വളരെ വലിയൊരു ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ തിരുത്തുകയെന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തി. എന്താ തിരുത്തിയത്? അനുഭവമാണ്. കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റുമെന്ന കാര്യം സംശയമല്ല കാര്യമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ഇപ്പോ നമ്മുടെ ഹോട്ടലിലേക്ക് ആദരണീയനായ നാം ഏവരും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പിൻബലമായ പ്രമുഖ സൂഫിവരൻ ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ അവർകൾ, അള്ളാഹു മഹാറുകൾക്കും നമ്മുടെ ആദരണീയരായ ഗുരുവന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അനുഗ്രഹീതമായ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ദൃക്സാക്ഷികളുടെ വിശദീകരണങ്ങളും അടിക്കുറിപ്പുകളില്ലെങ്കിൽ തെറ്റുപറ്റുമെന്ന കാര്യത്തിന് ഞാൻ ഒരൊറ്റ സാമ്പിൾ പറയട്ടെ. ഒരു സാമ്പിൾ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളോട് ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോറ് കഴിച്ചോ എന്നർത്ഥം. ഒന്നിനും ഉണ്ടോ എന്നറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അതേ വ്യക്തി ഹോട്ടൽ കയറുന്ന സമയത്ത് സപ്ലൈറോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോറുണ്ടോ എന്നർത്ഥം. ഒരേ ചെറിയൊരു വാക്കിന്റെ വ്യത്യസ്തമായ അർത്ഥം. അനുഭവത്തിലൂടെ മാത്രമേ വിശദീകരണങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. മലപ്പുറം ജില്ലയിലാണ് ഞാൻ ജീവിക്കുന്നത്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ബസ്സിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്നൊരു ബോർഡാണ് KLM ഹോസ്പിറ്റൽ എന്നുള്ള ബോർഡ്. KLM ഹോസ്പിറ്റൽ. അപ്പൊ ഞാനൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്, കേരള നെതുവത്തുൽ മുജാഹിദീൻ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇവർ വളരെ ആക്റ്റീവാണെന്ന് മനസ്സിലാക്കി ചെറുപ്പത്തിലെ ധാരണ. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് സുഹൃത്ത് ഡോക്ടർ മുഹമ്മദിനോടൊരുമിച്ച് ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ
ഡോക്ടറാണ് ചോദിച്ചത് ഈ ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയോ ചോദിച്ചു. എന്റെ മനസ്സിൽ മൂടർച്ച വിശ്വാസ കേരള നെടുവത്തിൽ മുജാഹിദ് ഹോസ്പിറ്റലിലെ KNM ഹോസ്പിറ്റൽ തന്നെ. ആ മൂപ്പരൊന്നും ഇങ്ങനെയല്ലെന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അങ്ങനെ ധരിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നാ തിരുത്തിക്കോ. KNM ഹോസ്പിറ്റൽ എന്ന കേരള കുഞ്ചു നമ്പ്യാർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് ഡോക്ടർക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് നിങ്ങൾ ഓർത്ത് നോക്കൂ. ആ വിശുദ്ധ ഖുർആന്റെ സകലമായ സൂക്തങ്ങളും 10 ലക്ഷത്തോളം വരുന്ന നബിവചനങ്ങളും 1/4 നൂറ്റാണ്ടുകാലം അവതരിപ്പിക്കപ്പെട്ടത് അന്നത്തെ ദൃക്സാക്ഷി വിവരണങ്ങളും വിശദീകരണവും അടിക്കുറിപ്പുകളുമില്ലാതെ ഒരു ശുദ്ധവാക്യം വിശദീകരിക്കാൻ ഇറങ്ങിയാൽ തെറ്റ് പറ്റുമെന്ന കാര്യം സുനിശ്ചിതം. അതാണ് സുന്നത്തുൽ ജമാഅത്തിന്റെ പുറത്തുള്ള എല്ലാ കക്ഷികൾക്കും തെറ്റുപറ്റിയത്. ഒരൊറ്റ സാമ്പിൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരു സാമ്പിൾ പറയട്ടെ. ഈ മുജാഹിദും ഈ ജമാഅത്തും ഈ തബ്ലീഗും ഈ NDF-ഉം ഈ പറയുന്ന സകലമായ അവാന്തര വിഭാഗങ്ങളും പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാന ആശയമാണ്, നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ തർക്കമേ ഖുർആനും സുന്നത്തും അടക്കാം. സഹാബത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശൈലി തന്നെ, ചിലരുടെ ശൈലി സഹാബാക്കളും ഇമാമിങ്ങളും ഹോജാക്കന്മാരും കിതാബുകൾ കൊണ്ടുവരേണ്ട ഖുർആനും സുന്നത്തും പറയാം. എന്താ അവർ പറയും തെളിവ്? ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തർക്കം വന്നാൽ, ഭിന്നത വന്നാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ആ വിഷയം അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കാം, ഖുർആനിലേക്ക് സുന്നത്തിലേക്കും അടക്കാം. ഖുർആനും സുന്നത്തോ തർക്കമുള്ള വിഷയങ്ങൾ തീർപ്പലിപ്പിക്കേണ്ടത് നമ്മൾ വേറെ ഇമാമുകളെ കിതാബ് നോക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഇവർ നിരന്തരം പറഞ്ഞും പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും എഴുതി ഈ ആയത്തിന്റെ അർത്ഥം ഖുർആനും സുന്നത്തും നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിന്റെ പൂർണ്ണരൂപം? ഇതാണ് വസ്തുതാപരമായി യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ മറച്ചുവെച്ച് സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുക സ്വഹാബത്തിന്റെ പിൻബലല്ലാതെ. സ്വഹാബത്ത് കൃത്യമായി എഴുതി പഠിപ്പിച്ച വിശദീകരണങ്ങൾ പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതിന് യഥാർത്ഥ വ്യാഖ്യാനം യഥാർത്ഥ ആയത്തിൽ ഓതിയാൻ പറ്റും. ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. ഇതാ വിശുദ്ധ ഖുർആൻ സൂക്തത്തിന്റെ പൂർണ്ണരൂപം. എന്താ ആയത്ത്? അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കാനുള്ള ഖുർആൻ അംഗീകരിക്കാണ്. വഅത്തിയുർ റസൂൽ, നിങ്ങൾ പ്രവാചകരെ അനുസരിക്കുക. പ്രവാചകരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആദരണീയനായ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഉസ്താദ് PKT അബ്ദുസ്സലാം മുസ്ലിയാർ അവர்களுം നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു മഹാനവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അത്തിയുല്ലാഹ, അല്ലാഹുവിനെ അംഗീകരിക്കുക, ഖുർആൻ അംഗീകരിക്കുക. അത്തിയുർ റസൂൽ, പ്രവാചകരെ അംഗീകരിക്കുക, സുന്നത്ത് അംഗീകരിക്കുകയാണ്. മൂന്നാമതായി ആയത്തിൽ പറയുന്നത് ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുക. അതെന്താ മൂന്നാമത് പറയുന്നത്? മൂന്നാമത് പറയുന്നത് ഇജ്മാ എന്ന് അംഗീകരിക്കുക. ഇസ്ലാമിൽ 4 പ്രമാണ: 1 ഖുർആൻ, 2 സുന്നത്ത്, 3 ഇജ്മാ, 4 ഖിയാസ്. ഇത് ഖുർആനും സുന്നത്തും ഇജ്മാഉം അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിന്റെ ഭാഗം പറയുന്നത്. അത്തിയുല്ലാഹ, ഖുർആനും അംഗീകരിക്കുക, വഅത്തിയുർ റസൂൽ, സുന്നത്തും അംഗീകരിക്കുക, വഉലിൽ അംരി മിൻകും, ഇജ്മാഉം അംഗീകരിക്കുക. ഇത് ഖുർആൻ പറയുന്നത് ഫഇൻ തനാസഅതും ഫീ ശൈഇൻ. ഈ ഖുർആൻ നോക്കിയിട്ട് കാണുന്നില്ല, സുന്നത്ത് നോക്കിയിട്ട് കാണുന്നില്ല, ഇജ്മാഇനും ഉത്തരം കാണുന്നില്ല. ഇനി ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തർക്കം വരികയാണെങ്കിൽ, സംശയം വരികയാണെങ്കിൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കിക്കോ. ഖുർആന് സമാനമായ സംഭവം ഉണ്ടോ നോക്കി മടക്കുക എന്നുള്ളതാണ്. ഹദീസിൽ സമാനമായ സംഭവം ഉണ്ടോ മടക്കി നോക്കി. സമാനമായ സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ വിധിനും കൊടുക്കുക. ഖിയാസ് എന്ന് പറയും. എത്ര ക്ലിയറാണ്! ഇമാം റാസി റഹ്മത്തുള്ളാഹി ഉൾപ്പെടെയുള്ള പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖണ്ഡിതമായി പറഞ്ഞു, ഇത് ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ 4 ഖുർആനും സുന്നത്ത്, ഇജ്മാഇ, ഖിയാസ് ദീൻ പ്രമാണമാണെന്ന് പഠിപ്പിക്കുന്ന ആയത്ത അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഖുർആനും സുന്നത്തിനും ഇജ്മാഇനും കാണാതെ ഇനി ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ, തർക്കം വരികയാണെങ്കിൽ, നിങ്ങൾ ഖുർആനിലോ സുന്നത്തിലോ സമാനമായ സംഭവം ഉണ്ടോ എന്ന് അങ്ങോട്ട് മടക്കി നോക്കി ഖിയാസിലൂടെ നിങ്ങൾ ഈ ഉത്തരം കണ്ടെത്തി എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഖുർആൻ അംഗീകരിക്കാതെ വെട്ടിമാറ്റി, ഹദീസ് അംഗീകരിക്കാതെ വെട്ടിമാറ്റി, ഇജ്മാ അംഗീകരിക്കാതെ വെട്ടിമാറ്റി, കേവലം ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നൊരു ആയത്തിന്റെ ശകലം എടുത്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തും സച്ചതരായ മുൻഗാമികളും പഠിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ അവഗണിച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി ഏത് പ്രശ്നത്തിൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കാണ് മടങ്ങേണ്ടത് എന്ന് തെറ്റായ വ്യാഖ്യാനങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം. ഈ പ്രസ്ഥാനങ്ങൾ കഥ പഠിപ്പിക്കുന്നത്
ഇവർ സകലമായ പ്രശ്നങ്ങളും സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികൾ തമ്മിലുള്ള അന്തരം ഈ ഒന്ന് മാത്രം. ഏത് തർക്കത്തിന്റെയും അടിസ്ഥാനം ഇവിടെ എത്തും. ഖുർആനോ സുന്നത്തിനോ സ്വന്തം വ്യാഖ്യാനം അവർ കൊടുത്തിരിക്കുമോ? സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങൾ മറികടന്നുകൊട്ടെ. ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ ഖാദിയാനി പ്രസ്ഥാനത്തെക്കുറിച്ച് വിശദീകരിച്ചു. അവർ കാഫിറുകളാണെന്ന് ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഖാദിയാനികളുടെ പ്രവാചകന്റെ പേര് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ്. ഈ ഖാദിയാനി പ്രസ്ഥാനം ഖുർആൻ അംഗീകരിക്കുന്നു പറയുന്നവരാണ്. അവർ ഖുർആനിലെ ആയത്തിന്റെ ശകലമെടുക്കുന്നു. മുഹമ്മദ് നബി സന്തോഷ വാർത്ത അറിയിച്ചു. തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്റെ പേര് കൊണ്ട് ഇസ്മുഹു അഹമ്മദ്, ആ പ്രവാചകന്റെ നാം അഹമ്മദ് എന്നാണ്. അതാണ് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഇങ്ങനെ ഖുർആൻ ഒരു ഭാഗം വെട്ടിയെടുത്ത് മാറ്റിയെടുത്തിട്ട് അത് നേർച്ചുനേരെ അർത്ഥം കൊടുത്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول 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 الله حي على حي على الفلاح لا حول ولا قوة إلا بالله حي على الفلاح لا حول ولا قوة إلا بالله الله أكبر الله أكبر الله أكبر لا إله إلا الله لا إله إلا الله. اللهم رب هذه الدعوة التامة والدرجة الرفيعة وآخر مقام محمود അപ്പോൾ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്നതിന് തെളിവായി ആ വിഭാഗം ഖുർആൻ സൂക്തം എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. ശേഖനൂർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഇടക്കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് അപ്രത്യക്ഷനായി. പിന്നീട് വധിക്കപ്പെട്ടു, സീബിഐ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പിന്നെ ചില സഖാഫിമാരാണ് പ്രതികളെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചു. ഈ പ്രമാദമായ കേസിലെ കഥാപാത്രം ശേഖനൂർ മൗലവി. അത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊരു സംഘടന രൂപീകരിച്ചു. അത് വാദഗതികളുടെ കൂട്ടത്തിലെ പ്രധാന വാദഗതി 5 വക്ത് നിസ്കാരമില്ല, 3 വക്തത്തെ നിസ്കാരമുള്ളൂ എന്നാണ്. അത് വാദിച്ച മറ്റൊരു വാദഗതിയായിരുന്നു റമളാനിലെ നോമ്പ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല. അത് അറബികൾക്കായതിന്റെ കാരണം ഈത്തപ്പഴവും ആട്ടിന്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയ അറബികൾക്ക് പ്രവാചകൻ ശാസ്ത്രീയമായി
കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ക്രമീകരിക്കാൻ, ലഘൂകരിക്കാൻ നിശ്ചയിച്ചതാണ് റമദാനിലെ നോമ്പ്. ഇയാൾ പ്രസംഗങ്ങളുടെ കാലത്ത് കുറച്ചുകൂടി ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ. ഈ മത്തിയും കപ്പയും തിന്ന് ജീവിക്കുന്ന പാവം മിസ്കീന്മാരെ പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ കേരളത്തിലേക്ക് ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കുമായിരുന്നില്ല. നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഈ മൗലവി 3 വഖത്താണ് നിസ്കാരം എന്ന് തെളിവെന്താ? ഖുർആനാണ്. അഖിമിസ്സലാത്ത് തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്. നബിയെ, നിങ്ങൾ കൃത്യമായി നിസ്കാരം നിർവഹിക്കണമോ? തറഫൈൻ നഹാർ, പകലിന്റെ 2 തെല്ലുകളിൽ, രാവിലെ നിസ്കാരമോ വൈകിട്ട് നിസ്കാരമോ, വസുലഫൻ മിനൽ ലൈൽ, രാത്രിയും നിസ്കാരമോ. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്, ബാക്കി നല്ലത് ചെയ്ത് ജീവിച്ചാൽ തെറ്റൊക്കെ അല്ല പൊറുത്തരും. 4, 5 ഖുർആൻ പഠിത്തം 3 വഖത്ത്. ഈ തരത്തിൽ എല്ലാ വിഭാഗങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സകലമായ കക്ഷികളും വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അവർക്ക് തെളിവായി ഉദ്ധരിക്കുന്ന അവരുടെ സകലമായ വാദഗതികൾക്കും പിൻബലമായിട്ട്. എന്റെ പ്രശ്നം സ്വതന്ത്രമായ വ്യാഖ്യാനം. മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിച്ച് കൈമാറുന്ന ക്രോഡീകരിച്ച പൂർവ്വകാല പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത സ്വതന്ത്രമായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പുതിയ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. കേരളത്തിൽ നമ്മൾ പ്രതിരോധ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കണം, ജിഹാദിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം NDF എന്ന പേരിലും പിന്നെ SDPI എന്ന പേരിലും പിന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിലും മാറി രംഗത്ത് വന്ന വിഭാഗം വിശുദ്ധ ഖുർആൻ ആയത്തെ തെളിവുദ്ധരിച്ച് അവരുടെ സ്വകാര്യ ക്ലാസുകളിൽ വമാലക്കും ലാ തുഖാതിലൂ ഫീ സബീലില്ലാഹ് വൽ മുസ്തളഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ദുർബല ജനവിഭാഗത്തെ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ പോരാടുന്നില്ല? ഖുർആന ചോദിക്കുന്ന ഈ പോരാട്ടം നമ്മൾ മറച്ചുവെച്ച കാലത്താണ്, നിർത്തിവെച്ച കാലത്താണ് നമുക്ക് നിന്നത് ഏറ്റുവാങ്ങേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഖുർആൻ പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പുതിയൊരു പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത്. ഈ തരത്തിൽ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അവർ പറയുന്ന ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാൻ സ്വഹാബത്തിന്റെ ആവശ്യമില്ല എന്ന്, താബിഈകൾ ആവശ്യമില്ല എന്ന്, താബിഈകൾ ആവശ്യമില്ല എന്നാണ്. ചില വിഭാഗങ്ങൾ പരസ്യമായി പറയും, ചില വിഭാഗങ്ങൾ പരസ്യമായി പറയില്ല, അങ്ങനെ പ്രവർത്തിക്കുമെന്ന് മാത്രം. എന്നാൽ ഈ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തും താബിഈകൾക്കുമൊക്കെ അതിലെ മുജ്തഹിദുകളായ ഇമാമുകൾക്ക് ഒരുപാട് യോഗ്യതകൾ വേണമെന്ന് ഉസൂലുൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ള മഹാന്മാർ അതൊക്കെ വ്യാഖ്യാനിച്ചത്. അവർക്ക് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവരാണ്, അഗാധമായ പാണ്ഡിത്യം ഖുർആൻ നേടിയവരാണ്, ഒരുപാട് യോഗ്യതകളും ക്വാളിറ്റിയുള്ള ആളുകളാണ്. ആ ഷർത്തുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഭാഗം പ്രചരിപ്പിക്കുന്നതും പറയുന്നതും അങ്ങനെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒരു മുജ്തഹിദാകണം, പ്രത്യേക യോഗ്യത വേണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമല്ല. ഏത് വിവരമില്ലാത്ത നമുക്കൊക്കെ സാധാരണക്കാരായ ആളുകൾ, നമ്മളെക്കാളും വിവരം കുറഞ്ഞ മുജാഹിദിന്റെ ആളുകളുണ്ട്, അവർക്ക് പോലും ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാം, മതവിധി കണ്ടെത്താം എന്നാണ് അവർ പറയുന്നത്. നോക്കുന്നത് ഷബാബ് വാരികയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാരിക. ഈ വാരികയുടെ 2007 ആഗസ്റ്റ് 3 ലക്കം പറയുന്നു. അതിന്റെ പേജ് നമ്പർ 7 പറയുന്നു. എന്താണ് പറയുന്നത്? മുജ്തഹിദിന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദ്യം. ഉത്തരം: മുജ്തഹിദ് എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേക പദവിയുടെ പേരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരെ മുജ്തഹിദ്, മുഖല്ലിദ് എന്നിങ്ങനെ ഭാഗിച്ചിട്ടില്ല. മക്ക വിജയത്തോടെ ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അവർക്ക് ഖുർആനോ നബിചര്യയോ കാര്യമായി പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പലരും ഉണ്ടായിരുന്നു. എന്നാൽ അവരോടൊന്നും നിങ്ങൾ ഇജ്തിഹാദ് നടത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രാമാണികമായ ഹദീസുകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആർക്കും ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു. ഈ പ്രസ്താവന വാസ്തവിക. എല്ലാ സ്വഹാബത്തും ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചിട്ടില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം 130-ൽ പരം മഹാന്മാരായ സ്വഹാബത്താണ് ഈ രംഗത്ത് മികച്ചുള്ളത്. അതിസമർത്ഥരും യോഗ്യരും പ്രഗത്ഭരുമായ മഹാന്മാർ. താബിഈകൾ എണ്ണപ്പെട്ട ആളുകളാണ്. ഞാനത് വിശ്വാസത്തിൽ കിടക്കുന്നില്ല. ആർക്കും സ്വന്തമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാം എന്നീ പറയുന്ന വിഭാഗമോ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത കേൾക്കണോ? മുജ്തഹിദ് പോയിട്ട് നമ്മുടെ അറബി കോളേജിൽ, നമ്മുടെ ദർസിൽ 2 കൊല്ലോ 3 കൊല്ലോ പഠിച്ച മുത്താലിമിയുടെ ക്വാളിറ്റി പോലും ഇന്നത്തെ മുജാഹിദ് മൗലവിമാർക്കില്ല. പഴയ മുജാഹിദ് മൗലവിമാർക്ക് അത്യാവശ്യം വിവരം ഉണ്ടായിരുന്നു. കാരണം സുന്നീനെ തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോയതായിരുന്നു. ഇപ്പൊ ആ പോക്ക് നിന്നിട്ടുണ്ട്. കാരണം പണ്ഡിതന്മാർക്ക് നമ്മുടെ സമത്വയുടെ പ്രബോധനത്തിന്റെ ഫലമായി ഈ കാര്യങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും ആവശ്യമായ പ്രചരണ പരിപാടികളുമായ സമസ്ത മുന്നോട്ട് പോയത്. അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ അവർ നേരെ കടുത്ത ഭീഷണി പണ്ഡിതന്മാരുടെ ദാരിദ്ര്യമാണ്. അവർക്ക് പഠിക്കാൻ അറബി കോളേജില്ല, അവർക്ക് പഠിക്കാൻ അഫ്ലുമ കോളേജില്ല. അങ്ങനെ മുജാഹിദിന്റെ മാറ്റി നോക്കി. അവർക്ക് പഠിക്കാൻ ഹുദവി കോളേജില്ല, അവർക്ക് പഠിക്കാൻ വാഫി കോളേജില്ല.
അവർക്ക് പഠിക്കാൻ ജാമ്യമില്ല, അവർക്ക് പഠിക്കാൻ നന്ദി ദാർശനമില്ല, അവർക്ക് പഠിക്കാൻ പള്ളി ദിവസങ്ങളില്ല, അവർക്ക് പഠിക്കാൻ ആകെയുള്ള അഫ്ദലുമാ കോളേജാണ്. അഫ്ദലുമാ കോളേജാണ് 2 കൊല്ലം പ്രിലിമിനറി, 3 കൊല്ലം ഡിഗ്രി. അവരുടെ വിവരം ശരിക്കും അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അനുഭവമാണ് നേരത്തെ പറഞ്ഞ പോലെ. ഞാൻ കാലങ്ങളായി പഠിപ്പിക്കുന്ന ഒരു അറബി കോളേജിലാണ്. 2 കൊല്ലം അഫ്ദലൊക്കെ പഠിക്കുന്ന 5 കൊല്ലം പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിവരം എത്രമാത്രം നമുക്ക് കൃത്യമായി അറിയാം. +2 നാട്ടിലാകെ വ്യാപകമായതുകൊണ്ട് +2 സീറ്റ് കിട്ടുന്ന കുട്ടികളൊക്കെ +2 വിടുള്ളൂ. +2 സീറ്റ് കിട്ടാത്ത വിവരം കുറഞ്ഞ കുട്ടികളെയാണ് അറബി കോളേജിൽ ചേർക്കുക. നമ്മൾ പറയുന്നല്ല, അതാണ് അവരുടെ മൗലവിമാര്. അവർ തന്നെ പറയട്ടെ, അവരുടെ വാരിക പറയുന്നു. ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അവരുടെ മൗലവിമാരുടെ ക്വാളിറ്റി പറയുന്നത്, SSLCക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയാതെ നിലവാരം കുറഞ്ഞവർ ആർക്കാനും വേണ്ടി അല്ലാഹു അക്ബർ എന്ന കോളത്തിൽ അറബി കോളേജിൽ വരുന്നു. അവിടെ 7 ലഫ്ളുകൾ പഠിച്ചാൽ എന്തെങ്കിലും ജോലിയായി. 2 കൊല്ലം പഠിച്ചാൽ മതി, ആളും ചെയ്യും, അറബിക്ക് മാഷാവും. പിന്നെ അവൻ തന്നെ ആലിം. മുറി വൈദ്യൻ ആളെ കൊല്ലും, മുറി ആലിം സമുദായത്തെ നശിപ്പിക്കും. മനസ്സിലാക്കി നന്നു. മതം പഠിക്കാത്തവർ മതരംഗത്തെ നേതാവാകണമെന്ന് സാധ്യം പിടിക്കുന്നവരുടെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. അവനും കൊടുക്കും ഫത്വകൾ. നമ്മുടെ ഒരു നേതാവ് ഈയിടെ പറയുകയുണ്ടായി, ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. വിചിന്തനം വാരിക 2003 ഏപ്രിൽ 4. ഇവർ തന്നെ സ്വയം വിമർശന. മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിലെ ഒരു പണ്ട് എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ഇരിക്കാതെ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ലാണ്. ഖബറിൽ ശിക്ഷ എന്താ അവർ പറഞ്ഞ ന്യായീകരണം? സ്വന്തം ഗവേഷണ ഖുർആനും ഹദീസും പഠിപ്പിച്ച സത്യ. അല്ലാഹു നാളെ മഹ്ശറിൽ വെച്ച് നേരിട്ട് വിചാരണ നടക്കും. അവിടെ സുപ്രീം കോടതി വിധി വരുന്നുണ്ട്. അവിടെ ഫൈനൽ സ്വർഗം നരകം അവിടെ തീർപ്പേൽപ്പിക്കും. അത് മുമ്പ് കർബറിൽ വെച്ചൊരു മുൻഗണനക്കീർന്ന് വിട്ടിട്ട് അവിടെ ഒരു വിചാരണയും അവിടെ ഒരു പീഡനവും. അതൊരു കേരളത്തെ ലോക്കൽ പോലീസാണ് കോടതി വിധി വരുന്നതിന് മുമ്പ് ലോക്കപ്പ് മർദ്ദനം നടത്തുക. അമ്മാതിരി മർദ്ദനം അള്ളാഹു നീതിമാനായ അള്ളാഹു കബറിട്ട് നടത്തൂല എന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവർ തന്നെ പറയുന്നു, അടുത്ത വരി മറ്റൊരു നേതാവ് ഖുർആൻ പഠിക്കുമ്പോൾ ഇലാഹും ബഹുവചനം ആലാഹും എന്ന് പഠിപ്പിക്കുന്നുണ്ടായി. ആ പഠിതാവ് ചോദിച്ചു, അപ്പോൾ സബിഅയ്യി ആലായി റബ്ബിക്കുമ എന്നതിൽ ആലായി ഇലാഹിന്റെ ബഹുവചനമായ ആലായി ആണോ? അദ്ദേഹം ചോദിക്കുകയാണ്. ഇതൊക്കെ വിവരമുള്ള ആൾക്ക് ശരിക്കറിഞ്ഞതിന്റെ ദുരർത്ഥങ്ങൾ. ഇത്തരം നിലവാരം കുറഞ്ഞ വിവരമില്ലാത്ത ആളുകൾ സ്വതന്ത്രമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്, പൂർവികരെ അവഗണിച്ചുകൊണ്ട് സ്വന്തമായി വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഈ വഴിതെറ്റിയ വിശദീകരണങ്ങളും വഴിതെറ്റിയ വ്യാഖ്യാനങ്ങളും വഴിതെറ്റിയ ചിന്തകളും മുഴുവൻ കേരളീയ മുസ്ലിം സമൂഹത്തിൽ സമർപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ തെറ്റിപ്പോയ ആളുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനമായതുകൊണ്ട് അവരൊരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, പിന്നെയും മാറി 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 മുന്നോട്ട് പോകും. സുന്നിക്കൊന്നും മാറാനില്ല. 1926 സമസ്ത രൂപീകരിച്ച കാലഘട്ടത്തിൽ സമസ്ത കുനൂത്ത് സുന്നത്താണ്. ആ സുന്നത്ത് ഇപ്പോൾ സുന്നത്തന്നെ. അത് ബിദഅത്തായി മാറിയിട്ടില്ല, അത് വാജിബായിട്ട് മാറിയിട്ടില്ല. അതിന്റെ മസാല അങ്ങനെ നിലനിൽക്കുന്നു. അന്ന് നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടണം, ഇന്നും നെഞ്ചിന്റെ താഴെ കെട്ടുന്ന ആ കിട്ടാവിന് മാറ്റില്ല. നേരെ മറിച്ച് ഇവർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വരുന്ന കാലഘട്ടത്തിൽ കൂട്ടുപ്രാർത്ഥന, നിസ്കാരത്തിന് കൂട്ടുപ്രാർത്ഥനയ്ക്കെതിരെയാണ് പ്രചാരണം നടത്തുന്നത്. കൂട്ടുപ്രാർത്ഥന ബിദഅത്ത്. കൂട്ടമായി പ്രാർത്ഥിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ പത്രങ്ങൾ വന്നു, നിസ്കാരമേ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ തന്നെ പ്രാർത്ഥന, നിസ്കരിച്ച പ്രാർത്ഥന ആവശ്യമില്ല. നിസ്കാരം ഒരേ പ്രാർത്ഥന ആയിരിക്കില്ലേ, അടുത്ത് ഒറ്റക്കും പ്രാർത്ഥിക്കണ്ട. അടുത്ത ഘട്ടം വന്നു, ഇനി ഒറ്റക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ പ്രാർത്ഥനയിൽ കൈ ഉയർത്താൻ തെളിവില്ല. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഓരോ ഗവേഷകന്മാർ കണ്ടെത്താം. എന്താ കൈ ഇങ്ങനെ ഉയർത്തുന്നു? അവര് ഹത്തീബയുടെ പ്രസംഗത്തിൽ ചമ്മാട് വിശദീകരണത്തിൽ ISM നേതാവാ അത് പ്രസംഗിച്ചതാണ് എന്റെ സുഹൃത്ത് പറഞ്ഞു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കാനും വാങ്ങാൻ 2 കൈയും താങ്ങി പിടിച്ച് വാങ്ങും. ഇപ്പൊ ഒരു ഉപ്പിന്റെ ചാക്കിൽ അരിച്ചാക്ക് കറക്കി വെക്കാൻ വലിയ കാര്യങ്ങൾ 2 കൈയും നീട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് താങ്ങി താഴെ വെക്കും. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കിയ അള്ളാഹോട് വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അപ്പൊ 2 കൈയും ഇങ്ങനെ കാണിക്കണം കിട്ടാനെന്നായിരിക്കും വിചാരിക്കുന്നത്. അതിന് തെളിവില്ല. അള്ളാഹ്ക്ക് വലിയ കാര്യങ്ങൾ വെച്ചാൽ തന്നെ അള്ളാഹ്ക്ക് നിസ്സാര. ആ പരമാവധി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നിസ്സാരത്തിൽ ജസ്റ്റ് നിൽക്കാൻ തരുവാണ്, ഇങ്ങനെയൊക്കെ കൈയുയർത്താം. അതിന്റെ അപ്പുറം കൈയുയർത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്ന പുതിയ ചിന്തയുമായി അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതും കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് ഏറ്റവും പുതിയ വാദഗതി. അവർ പറയുന്നത് ജുമയുടെ ഖുത്ബയിലെ 2ാമത്തെ ഖുത്ബയിൽ ഇമാം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ഭക്തിഗർഭമായ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് മഅ്മൂമിനെ കൈ ഉയർത്താനും തെളിവില്ല, ആമീൻ പറയാനും തെളിവ്. ഉപ്പർ പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ വെറുതെ പറയുന്നതല്ല. 2007 സെപ്റ്റംബർ 7 ഷബാബ് വരികയാണ്.
ഈ വാരികയുടെ പേജ് നമ്പർ 10 പറയുന്നു, കൈയുയർത്താൻ പാടില്ലെന്ന് മാത്രമല്ല, സുന്നത്തിലാണ് മാത്രമല്ല, അത് ബിദ്അത്താണെന്ന് കൂടി വിശദീകരിക്കുന്നു, കുറ്റകരമായ പ്രവർത്തനമാണെന്ന് കൂടി വിശദീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ അവർ പറയുന്നത് ഒരു ചോദ്യമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ചോദ്യത്തിൽ പറയുന്നത്, ഇവിടെ തൗഹീദ് ജമാഅത്തിന്റെ പള്ളികളിൽ, തമിഴ്നാട്ടിൽ തൗഹീദ് ജമാഅത്താണ് മുജാഹിദ് പറയാം, ഖുത്ബയുടെ അവസാനത്തിൽ ഇമാം മിമ്പറിൽ പ്രാർത്ഥിക്കുകയും തുടർന്ന് മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ പള്ളികളിൽ ഇത് ബിദ്അത്തായി കാണുന്നു. നബിചര്യ എന്താണെന്ന് വ്യക്തമാക്കും. കേരളത്തിൽ ഈമാൻ ആമീൻ പറയുന്നുണ്ട്, കൈയുയർത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇത് പറയുന്നില്ല, ഇത് ബിദ്അത്താണ്, കൈയുയർത്തലും ആമീൻ പറയണമെന്ന് പറയുന്നു. എന്താണ് ശരി? മറുപടി, ഖുത്ബയുടെ അവസാനത്തിൽ ഇമാം പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമുകൾ ആമീൻ പറയണമെന്നോ കൈകൾ ഉയർത്തണമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി പ്രാമാണികമായ ഹദീസുകൾ ഒന്നും കാണുന്നില്ല. നോക്ക്, നിങ്ങൾ പറയുന്നത് രണ്ടാമത്തെ ഖുത്ബയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമീൻ പറയാനും തെളിവില്ല, കൈ ഉയർത്താനും തെളിവില്ല. പുതിയ പുതിയ മസലകൾ ഇറക്കിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ ചിന്താഗതികളും ആശയവും ഇറക്കിക്കൊണ്ടിരിക്കുക. എന്താ പ്രശ്നം? ഈ ഖുർആനും ഹദീസും അവർ നേർക്കുനേരെ കണ്ട ഹദീസുകൾ മാത്രമെടുക്കുക, കണ്ട ഖുർആൻ ആയത്തുകൾ മാത്രമെടുക്കുക. അതിന്റെ വിശദീകരണം എന്താണോ സ്വഹാബത്ത് വിശദീകരിച്ച് കൈമാറിയത്, ആ വിശദീകരണം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. പൂർവികരായ സ്വഹാബത്തിന്റെ വിശദീകരണങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിച്ച മഹാന്മാരായ ഇമാമുകൾക്കും മുഫസ്സിറുമാർക്കും ഒരു വിലയും ഒരു കൽപ്പിക്കുന്നില്ല. എന്താണ് കേരളത്തിലെ മുജാഹിദ് പ്രശ്നം എവിടെ നിന്ന് വന്നു? കേരളത്തിലെ മുജാഹിദ് പ്രശ്നം ഈജിപ്തിൽ നിന്ന് വന്നു. ഈജിപ്തിലെ ഈ പ്രചാരകൻ ആരായിരുന്നു? സയ്യിദ് റഷീദുള്ള. സയ്യിദ് റഷീദുള്ളക്ക് വിശദീകരണം എങ്ങനെ കിട്ടി? ആ അൽമനർ എന്ന അറബി മാസം നടത്തിയിരുന്നു. ആ മാസം കേരളത്തിൽ വരുത്തി വായിച്ചു. അതിൽ നിന്ന് ആകർഷിച്ചാണ് ഈ പുതിയ ആശയം അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകനായ സയ്യിദ് റഷീദുള്ള വിശുദ്ധ ഖുർആൻ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്ന ഗണത്തിലാണ്. എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് പറഞ്ഞത്? അയാൾ പറഞ്ഞ ഒരൊറ്റ വിശദീകരണം ഞാൻ പറയാം. ജിന്ന് എന്നുള്ള പരിപാടിയില്ല. അങ്ങനെ വെറുതെ പറയാം ജിന്ന് ശേത്തനാമൽ. ഇവര് മുജാഹിദ് പറഞ്ഞ നോക്കേണ്ട, ഇതൊക്കെ അതിന് കിട്ടിയതാണ്. ഇവരെ തർക്കികളൊക്കെ ഇവരെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ജിന്ന് എന്നുള്ള സംഭവമല്ല, തെറ്റായ ധാരണ. ജിന്ന് എന്നുള്ള രോഗാണുക്കളുടെ അർത്ഥം എന്നിട്ട് പറയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മലയാളം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്ന ജിന്നലായുള്ള ഇൻസാൻ, ജിന്ന് എന്ന സാഹചര്യം മനസ്സിൽ കാണാൻ കഴിയില്ല, അങ്ങനെ സംഭവമല്ല. അത് ഈ ഹാലുമിൻ അഹ്വാൻ, ഒരവസ്ഥയിൽ ജിന്നിനാർക്കും കണ്ടെത്താൻ കഴിയില്ല. ഞാൻ അഭിപ്രായപ്പെടുന്നത് അന്ന മനുഷ്യൽ ജിന്നി, ഒരാൾ ജിന്നിനെ കണ്ടു എന്ന് വാദിച്ചാൽ വഹുമുൻ, ആണ് തെറ്റിദ്ധാരണ. ഹയവാൻ ഗരീബൻ, ആ ചിലപ്പോൾ കാട്ടുകൂടെ പോകുമ്പോൾ അപൂർവ ജീവനെ കണ്ടതായിരിക്കും. കിറത്തി ചില കുറഞ്ഞമാരെ പോലെ അഹദ് അസ്വാദിൽ ജിന്നി, അപ്പോൾ ജിന്നാണെന്ന് മനസ്സിലാക്കിയതായിരിക്കും. അല്ല, ജിന്നെന്ന സാധനമില്ല എന്ന് തഫ്സീറുൽ മനാർ 7/516 അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ തരത്തിൽ വികലമായ ഖുർആനും സുന്നത്തും സ്ഥിരീകരിച്ച യാഥാർത്ഥ്യത്തെ കണ്ണും ചിന്നും നിഷേധിക്കുന്ന നിരാകരിക്കുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്ന വിഭാഗം. ഈ ഇദ്ദേഹത്തോട് തന്നെ ഇവരുടെ നായകനായ റഷീദുള്ളയോട് അത് സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിച്ചപ്പോൾ ചോദിച്ചു, ഒരു സുഹൃത്ത് പഠിതാവ് ചോദിച്ചു, ലാ യുവാഫിഖു അലൈഹി ജമൽ, തഫ്സീർ ജമൽ നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി, ലാ യഅനി അവാഫഖ അലൈഹി ജമൽ ഔ ഹിമാർ അംല, ഞാൻ പറഞ്ഞതിനോട് ജമൽ യോജിക്കുന്നുണ്ടോ ഹിമാർ യോജിക്കുന്നുണ്ടോ എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ജമൽ എന്ന അറബ് ഭാഷ ജമൽ വലിയ ഇമാമിന്റെ പേരാ. ജമൽ എന്ന ഒട്ടകന്ന്, ഹിമാർ എന്ന കഴുകെ. അപ്പൊ ജമൽ ഒട്ടകൻ യോജിക്കുന്നുണ്ടോ കഴുത യോജിക്കുന്നുണ്ടോ എനിക്ക് നോക്കേണ്ട, എനിക്ക് അങ്ങനത്തെ ആവശ്യമല്ല. ഞാൻ അഭിപ്രായം പറയുന്നു, ഈ മാതിരി വികലമായ ആശയങ്ങൾ പൂർവികർ ഒട്ടും പരിഗണിക്കാതെ സർവതന്ത്ര സ്വതന്ത്രമായി പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്ന വിഭാഗങ്ങളാണ് ഈ പുതിയ വിഭാഗങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ പുതിയ ആശയങ്ങൾ മുഴുവൻ വന്നത്, എല്ലാ ആശയങ്ങളും. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സച്ചരിതരായ മുൻഗാമികൾ സഹാബത്ത് നൽകിയ വിശദീകരണം അതേപടി അംഗീകരിക്കുകയാണെങ്കിൽ ഒരാശയക്കുഴപ്പമില്ല. എല്ലാ ഹദീസുകളും സംയോജിപ്പിച്ച് എല്ലാ ആയത്തിനും യഥാർത്ഥ താല്പര്യം മനസ്സിലാക്കി അന്ന് അനുഭവസ്ഥരായ സഹാബത്ത് കൈമാറിയ വ്യാഖ്യാനങ്ങൾ അതേപടി പകർത്തുകയാണെങ്കിൽ ഒരു സംശയമല്ല. നേരെ മറിച്ച് അതൊന്നും അംഗീകരിക്കാതെ ഏതെങ്കിലും ആയത്ത് സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഒരു വചനം നബിവചനം അടർത്തിയെടുത്ത് അത് സ്വന്തം അർത്ഥമല്ല തെറ്റിദ്ധാരണ വരും. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. നാടുനീരെ നടന്ന് പ്രസംഗിക്കുന്ന കൂട്ടിൽപ്പെട്ട പ്രസംഗമാണ് പാവപ്പെട്ട സ്ത്രീകൾക്ക് പള്ളി വരക്കരുത്. അല്ലാണ്ട് റസൂൽ പള്ളി വരക്കരുത് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് ഹദീസിന്റെ പള്ളി വരക്കരുത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗമാണ്
നിരുപാധികം പള്ളി വരയ്ക്കരുതെന്ന് റസൂൽ അവിടെ തന്നെ ചേർത്ത് പറഞ്ഞു എന്ന് വിചാരിച്ച് പള്ളി പോകാൻ നിൽക്കേണ്ടാവുക ബുയൂത്തുഹുന്ന ഹൈറുല്ലഹുന്ന, അവർക്ക് ഏറ്റവും നല്ലത് അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ നോക്ക് നിങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സച്ചരിതരായ മുൻഗാമികൾ നൽകിയ വ്യാഖ്യാനം ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശർഹ് മുസ്ലിം വിശദീകരിക്കും. ഞാൻ വിശദീകരിക്കാം, വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി തടയരുത് എന്ന് പറയുന്ന ഹദീസ് നോക്കുന്ന പൂർവികൾ വിശദീകരിക്കുന്നത് ബാബ്. ഈ വിഷയത്തിൽ വന്ന മറ്റൊരുപാട് ഹദീസുകളുണ്ട്. അഥവാ പോകാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അഥവാ പോകാണെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ ഹദീസുകളുണ്ട്. ഇത്തരം മൊത്തം ഹദീസുകൾ ലാഹിർ പ്രകടമാണ്. ഈ അന്നഹാല തുന്നൽ മസ്ജിദ, സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. നമ്മുടെ മദ്രസിലെ കുട്ടിന്റെ പുസ്തകം ചോദിച്ചാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് യുക്റഹു ഹുദൂറുൽ മസ്ജിദി, സ്ത്രീകൾ പള്ളിയിൽ പോയത് കറാഹത്തേന്ന് കാണുന്നു, വിലക്ക് ഹറാമില്ല, നിരുപാധികം വിലക്കാൻ പാടില്ല. പക്ഷെ ലാക്കിൻ ബിശുറൂത്തിൻ, പക്ഷേ ഷർത്തുകൾക്ക് വിധേയമായി. എവിടുന്ന് കിട്ടി ഷർത്ത്? സക്കർഹലുള്ള പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു. മഅ്ഖൂറത്തുൽ അഹാദീസ്, ഹദീസുകൾ എടുത്തുകൊണ്ട് മറ്റ് ഹദീസുകൾ എണ്ണി പറഞ്ഞ ഷർത്തുകളൊക്കെ സംയോജിപ്പിച്ച് മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിച്ച് കൈമാറി ഇമാമുൽ ക്രോഡീകരിച്ച് വെച്ച ഷർത്ത്. ഈ ഷർത്തുകളൊക്കെ ഓക്കെ ആണെങ്കിൽ പെണ്ണ് പള്ളി പോയ കറാഹത്ത് പോലുള്ള ഹറാമാകൂല. എന്താ ഷർത്തുകൾ? അദ്ദേഹം എണ്ണി പറയുന്നു. ഒന്ന് അല്ലാത്ത പോലെ മുത്തയ്യിബത്തൻ, പോകാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പെണ്ണുക്ക് നല്ല സ്മെല്ല് പറ്റങ്ങിട്ടൊന്നുമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒരു പെണ്ണ് പള്ളി പോകുകയാണെങ്കിൽ ലാ തമസ്സന്ന തീവൻ, സുഗന്ധം ഉപയോഗിക്കാനേ പാടില്ല. നോക്കുന്ന ഒന്നാമത്തെ ഷർത്തത അത് നമുക്ക് നടപ്പാക്കാൻ പറ്റും, സുഗന്ധം വേണ്ടെന്ന് വെച്ചാൽ മതി. വല മുത്തസയ്യത്തൻ, രണ്ടാമത്തെ ഷർത്ത് അടിച്ചു പൊളിച്ചു പോകാൻ പാടില്ല, നല്ല വസ്ത്രം ധരിച്ച് ചെത്തി പൊളിച്ചു പോകാൻ ഇന്നത്തെ ഭാഷയിൽ അങ്ങനെ പോകാൻ പാടില്ല, അത് ഒഴിവാക്കാൻ നോക്കുക. മൂന്നാമത്തെ ഷർത്ത് വല ദാത്ത ഖലാഖിൽ ഇസ്മാഉ സൗത്തുഹ, പുറത്തേക്ക് പള്ളിക്ക് പോകുമ്പോൾ കിരിങ്ങുന്ന പാദസരം പോലുള്ള ആഭരണങ്ങൾ അണിയാൻ പാടില്ല. എന്താ പെണ്ണുങ്ങൾ കിരിങ്ങുന്ന ആഭരണം അണിഞ്ഞാൽ? അതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. വലാ യദ്രിബന ബി അർജുലിഹിൻ, സ്ത്രീകൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ കിരിങ്ങുന്ന ആഭരണങ്ങൾ ധരിക്കാതിരിക്കാൻ ശ്രമിക്കട്ടെ. ഇത് കിരിങ്ങുന്ന ആഭരണത്തിന് കുഴപ്പം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് ഡാൻസ് ചെയ്യുന്ന സങ്കല്പിക്കുക. ആ പെണ്ണിന്റെ കാലിൽ ചെലങ്ക അണിഞ്ഞല്ല ഡാൻസ് ചെയ്യുന്നത്. ഒരു പെണ്ണ് ചെലങ്ക അണിഞ്ഞാൻ ഡാൻസ് ചെയ്യുന്നെങ്കിൽ ചെലങ്ക അണിഞ്ഞ് ഡാൻസ് ചെയ്യുന്ന പെണ്ണിന്റെ പാദത്തിന്റെ പദത്തിന്റെ ശബ്ദത്തിനൊരു സൗകര്യമുണ്ടാവും. അന്നല്ലേ പെണ്ണിനെ അണി പഠിച്ചത്? അപ്പൊ കിടുങ്ങുന്ന ആഭരണം അണിയാൻ പാടില്ല. എന്നാ ശരി, പാദസം ഒഴിച്ചു കന്നിട്ടാക്ക പോക്ക്. നാലാമത്തെ സത്യം ആ സിയാബ് ഫാഹിറ, വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, അതും ശരി. അഞ്ചാമത്തെ ശർത്ത് വല മുഖ്തലിക്കന്റെ റിജാൽ, അന്യ പുരുഷന്മാരുമായി ഇടകലർന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. എന്ന് കുറച്ച് പ്രശ്നം. പോകുന്ന വഴിക്ക് പെണ്ണാണുങ്ങൾ ഇടകലാൻ പാടില്ല, അവിടെ ഉണ്ടാകാൻ പാടില്ല, പെണ്ണാന്ന് പറയാൻ നടക്കൂല, എന്നാലും ചില സ്ഥലത്ത് ഒപ്പിക്കാം. ആറാമത്തെ ശർത്ത് വല ശാപത്തിന്, പോകുന്ന പെണ്ണ് യുവതിയാകാനും പാടില്ല. യുവതികൾക്ക് പറ്റൂല എന്നാ പിന്നെ കിഴവികൾക്ക് പോയിക്കൂടെ? ബിഹ, യുവതികളെ പോലെ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന കിഴവികൾക്കും പോകാൻ പറ്റില്ല. എന്നാ പിന്നെ അല്ലാത്ത പെണ്ണുങ്ങൾക്ക് കാണാൻ കൗതുകമില്ലാത്ത കിഴവികളായ സ്ത്രീകൾക്ക് പോയിക്കൂടെ? ഏത് തരത്തിൽ? ഈ കഴിഞ്ഞ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വോട്ട് 10 വോട്ടിലൊക്കെ തോൽക്കുക ജയിക്കാന്ന് കണ്ടാൽ നമ്മളെ ഇലക്ഷൻ പ്രവർത്തകന്മാർ വരും, രാഷ്ട്രീയക്കാരെ, എടാ എന്റെ വല്യമ്മക്ക് വോട്ടുണ്ടല്ലോ കൊണ്ടുപോകല്ലോ ചോദിക്കും. എടാ എന്റെ വല്യമ്മ കിടപ്പായിട്ട് 2 കൊല്ലമായി പോകാൻ കഴിയില്ലാറ്. അത് പ്രശ്നമാണ്. കസരട് കൊണ്ടുവരും, പിടിക്കാൻ ഇരുത്താൻ അങ്ങനത്തെ കൂട്ടിക്കൊണ്ടുപോകണം. അമ്മ അതിന് ഏറ്റുകൊണ്ടുപോകണം, ഉമ്മാമാർക്ക് പോയി കൂടെയാണ്. അതിന് ഏഴാമത്തെ ഷർത്ത് പോകുന്ന വഴിയിൽ ഫസാദിന്, കുഴപ്പത്തിന്, നാശത്തിന് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നാശം നമ്മളെ തട്ടിക്കൊണ്ടുപോലും മാത്രമല്ല, ഒരു അന്യ പെണ്ണിനെ മനഃപൂർവ്വം ഒരു ദൃഷ്ടി കൊണ്ട് നോക്കൽ പോലും ഹറാമാണ്, ഫിത്നയാണെന്ന് ഫത്താവൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പെണ്ണ് 5 നേരം പള്ളിയിൽ പോവുകയാണെങ്കിൽ ആ പെണ്ണ് ഇന്നത്തെ ചെറുപ്പക്കാർ നോക്കില്ലെന്ന് ഉറപ്പ് പറയാൻ ആർക്കാണ് സാധിക്കുക? എന്നാലും ഒഴിവാക്കാത്ത അങ്ങനത്തെ അമ്മമാർക്ക് ഒപ്പിച്ചു പോയിക്കൂടെ? അതിന് പറയാം, ലേക്കുല്ലി സാഖിത്തത്തിൽ ഫിൽഹയ്യി ലാഖിത്തത്തിൽ വാകുല്ലു കാസിദത്തിൽ യൗമല്ലഹാ സൂഖു. വല്യമനവരുടെ താഴെ വീണ് കിടക്കുന്ന ഏത് സാധനം ചിലപ്പോൾ നീ പൊറുക്കിയെടുക്കാൻ അണ്ണാച്ചിൽ വരും. വാകുല്ലു കാസിദത്തിൽ യൗമല്ലഹാ സൂഖു, മാർക്കറ്റിലാണ് കിടക്കുന്ന സാധനം പെട്ടെന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാവും. അപ്പൊ വല്യമേണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ വല്യമാക്ക് നേരെയും എന്ത് ചെയ്യും? ബലാത്സംഗ ശ്രമം നടക്കാറുണ്ട്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ? എല്ലാം ഹറാമാകും. ഷർഹ് മുസ്ലിം 1:153.
നേരെ മറിച്ച് ഈ വിശദീകരണങ്ങളൊന്നും പൂർവികർ കൊടുത്ത വിശദീകരണങ്ങളൊന്നുമില്ലാതെ നേർക്കുനേരെ ഒരു ഹദീസ് എടുത്തിട്ട് ഇതാ പെണ്ണുങ്ങൾ തള്ളിപ്പോയി പടേണ്ട ഹദീസിന്റെ പൗതിയ എടുത്തൊരു തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്, ഇതാണ് ജമാഅത്തുകാർ ചെയ്യുന്നത്, ഇതാണ് സകലമായ വിറയി കക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത സൂചിപ്പിച്ചല്ലോ, ഈ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്ന ഏറ്റവും വലിയ അപകടം അവരൊരു നിലപാട് ഉറച്ചു നിൽക്കത്തില്ല. എന്റെ സുഹൃത്ത് മുസ്തഫ അഷ്റഫി കക്കുപ്പടി നേരത്തെ സൂചിപ്പിച്ചു, അവരുടെ വ്യതിയാനങ്ങൾ ഇന്നലെ ഒന്ന് പറയും, മിനിഞ്ഞാന്ന് വേറൊന്ന് പറയും, ഇന്ന് വേറൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. അങ്ങനെ സ്വന്തം ഗവേഷണങ്ങളാണ്, സ്വന്തം ഇജ്തിഹാദുകളാണ്. അവർ സ്വഹാബത്തിന്റെ വിശദീകരണങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല, ഒന്നിനും ഉറച്ചു സ്വന്തമായി ഓരോരുത്തരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഇപ്പോഴുള്ള നിലപാടിന് ഉറച്ചു നിൽക്കൂല. ഈ വിഭാഗത്തെക്കുറിച്ച് പ്രവാചകത്തിനുമായി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. യഖ്റുജൂന മിന ദീൻ, അവർ പ്രത്യേകം എന്താ, ദീൻ അവർ പുറത്തു പോകും, തെറിച്ചു പോകും. കമാ യഖ്റുജു ശഅറു മിനൽ അജീൻ, കുഴച്ച് പാകപ്പെടുത്തിയ മാവിൽ ഒരു മുടിപെട്ടാൽ ആ മുടിയെ ആ മാവിൽ നിന്ന് ഊരിച്ചെടുക്കാൻ വലിച്ചെടുക്കാൻ എത്രമാത്രം വേഗം സാധിക്കും, ഇതുപോലെ ഈ വിഭാഗം പതുക്കെ ലളിത സുന്ദരമായി ദീൻ തന്നെ തെറിച്ച് പുറത്തേക്ക് പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. വളരെ ഗൗരവമുള്ള കേസാണ്. ഈ ബേസ്മെന്റിൽ ഉറച്ചടങ്ങുന്നോ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിനും നല്ലവരെന്ന് തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബത്തും താബി കൊടുത്ത വിശദീകരണത്തിലാണ് നമ്മൾ സുന്നത്തമായിട്ടുള്ളത്. ആ സുന്നത്ത് ജമാഅത്തിനെ മാറ്റിവെച്ചിട്ട് നമ്മൾ അപ്പുറത്ത് മുജാഹിദ്, ഇപ്പുറത്ത് ജമാഅത്ത്, ഇപ്പുറത്ത് NDF, അപ്പുറത്ത് തബ്ലീഗ് എന്ന് അങ്ങോട്ട് പോയാൽ അവിടെ ഉറച്ചു നിൽക്കില്ല. ഘട്ടം ഘട്ടമായി ദീനിൽ പോകും. അങ്ങനെ പോകുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചേകന്നൂർ അങ്ങനെ പോയതാ. ചേകനൂർ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല ജാമിഅ നബിയ ഇടവണ്ണയിലെ പ്രൊഫസറായിരുന്നു. ജാമിഅ നബിയ ഇടവണ്ണയിലെ പ്രൊഫസർ എന്നുവെച്ചാൽ മുജാഹിദിന്റെ ടോപ്പ് പണ്ഡിതൻ. ഒരു കാലഘട്ടത്തിൽ വാഴക്കാട് വെച്ച് സുന്നി മുജാഹിദ് സംഭാവന നൽകുമ്പോൾ മുജാഹിദ് സ്റ്റേജിലെ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ലീഡർഷിപ്പ് കൊടുത്ത നേതൃത്വം കൊടുത്ത പ്രധാനിയായിരുന്നു ചേകന്നൂർ മൗലവി. അതിന് എവിടെത്തി? കാഫിറ ഇസ്ലാം പുറത്തത് പോയി. CN അഹമ്മദ് മൗലവി മുജാഹിദ് തെറിച്ചുപോയി. അത് ആരായിരുന്നു? മുജാഹിദ് പത്രമായ അൽമാനാറിന്റെ സ്ഥിരം ലേഖകനായ പണ്ഡിതനായിരുന്നു. മുജാഹിദിന് അപ്പുറത്തേക്ക് തെറിച്ചുപോയി. ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സ്ഥാപനങ്ങൾ പഠിച്ചു വളർന്നു വന്ന ഈ സുല്ലമിമാർ, ഈ മദനിമാർ, അവരെ പ്രശസ്തമായ കോളേജിന് പഠിച്ച് അഫ്ളൽ കഴിഞ്ഞ് പുറത്തു വന്ന ഒട്ടനവധി പണ്ഡിതന്മാരില്ല ചേകനൂരിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇതുപോലുള്ള കുഫറിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുത മാത്രമാണ്, യാഥാർത്ഥ്യം മാത്രമാണ്. എത്രത്തോളം വെച്ചാൽ മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ മൊത്തത്തിൽ സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസുകളൊക്കെ നിഷേധിച്ചിട്ട് ചേകനൂർ പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങനെ പോകാൻ കാത്തിരിക്കുക. അപ്പുറത്താണോ ഇപ്പുറത്താണോ സ്ഥാനം ഉറപ്പിച്ചുകൂടാ, ദീന്റെ ഉള്ളിലാണോ പുറത്താണോ? ഞാൻ വെറുതെ പറയുന്നല്ല, അവരുടെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഈ സത്യം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇസ്ലാഹി മാസിക. ഇസ്ലാഹി മാസികയുടെ 2011 ഡിസംബർ ലക്കത്തിന്റെ പേജ് നമ്പർ 23 പറയുന്ന ഒരു ലേഖനത്തിന്റെ ഒരു വരികൾ ഞാൻ ഏതെങ്കിലും വരികൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അവർ പറയുന്നത് നോക്കി. അവർ പറയുന്നത് ഹെഡിങ്ങിടാ ചേകനൂർ മൗലവി താങ്കൾക്കിടാ കുറെ പിൻഗാമികൾ. നോക്ക്, അത് എഴുതിയത് ചേകനൂർ മൗലവി ഈ വിഷയത്തിൽ ഭാഗ്യവാനാണ്. അയാൾ കേരള മണ്ണിൽ പ്രചരിപ്പിച്ച വിഷലിപ്ത ആശയങ്ങൾ തലയിലേറ്റിയും പ്രചരിപ്പിച്ചും നടക്കുന്നവർ കുറച്ചൊന്നുമല്ല കേരളത്തിലുള്ളത്. അതാകട്ടെ ചില്ലറക്കാരുമല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ മുഹദ്ദിസായി വാഴ്ത്തപ്പെടുന്നവൻ. സൂചിപ്പിക്കുന്നത് അബ്ദുസലാം സുല്ലമിയുടെ ടോപ്പ് പണ്ഡിതനെ. അന്ധവിശ്വാസങ്ങൾക്ക് തൂലിക കൽപ്പിച്ചവർ എന്ന് പേരെടുത്തവർ മുജാഹിദ് ടോപ്പ് പണ്ഡിതന്മാരെ പറയുന്നത്. സമുദായത്തിന്റെ ചെലവിൽ അറബി കോളേജിൽ പഠിച്ച് സുല്ലമി, മദനി തുടങ്ങിയ ബിരുദങ്ങളുടെ തലപ്പാവെടുത്ത് കിരീടമായി ഉപയോഗിക്കുന്നവർ. സുല്ലമി എന്ന സുല്ലമുൽ അറബി കോളേജ് എന്ന മുജാഹിദ് പണ്ഡിത സഭ നടത്തുന്ന അരീക്കോട് കോളേജിൽ ബിരുദമെടുത്ത അഫ്ളൽ. മദനി എന്ന് പറയുന്നത് മദീനത്തുൽ അറബി കോളേജ് പുളിക്കലല്ല, കേരളത്തിലെ പ്രശസ്തമായ മുജാഹിദ് വിഭാഗത്തിന്റെ കോളേജിൽ ഇവിടെ നിന്ന് ബിരുദമെടുത്തവർ. ഇവരെ കുറിച്ച് പറയുന്നു ഈ വിഭാഗവും അങ്ങനെ മുജാഹിദ് ഈ പറയുന്ന ചേകനൂർ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് എന്ന് കൃത്യമായി എഴുതി വെച്ചത് നമ്മളല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റൊരു വിഭാഗമാണ്. ഈ തരത്തിൽ ഇവർ കുഫറിലേക്ക് പോകും, ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കില്ല എന്നതാണ് സത്യം. നമുക്ക് എങ്ങോട്ടും പോകാനില്ല, നമുക്ക് എവിടെയെങ്കിലും മാറ്റി വരുത്താനല്ല. നമ്മുടെ മാർഗം എത്ര വിശുദ്ധ! എന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ ഈ പ്രമേയം അംഗീകരിച്ചത് ആദർശ വിശുദ്ധിയുടെ 90 വർഷം. ഒരുപാട് ചർച്ചകളൊന്നും പ്രമേയങ്ങളെ കുറിച്ച് നമ്മുടെ ആഗ്രഹ ഉസ്താദ്മാരെ പറഞ്ഞ സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ പറഞ്ഞത് വേറെ പ്രമേയം വേണ്ട. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശത്തിൽ ഉറച്ചു എന്ന് പറയാൻ പറ്റുമോ? മുജാഹിദിന് ഉറച്ചു എന്ന് പറയാൻ പറ്റുമോ? തബ്ലീഗിന് ഉറച്ചു എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തിക്കാണിച്ച ആശയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരൊക്കെ എത്ര മാറിപ്പോയി.
എത്ര മാറിപ്പോയി. മുജാഹിദൊക്കെ അടിച്ച് പിരിഞ്ഞ് ചിന്നിച്ചെതറി പല ഗ്രൂപ്പുകളായി ആശയങ്ങൾ മാറി മറിഞ്ഞു കിടക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പൊ മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് ഈ അടുത്ത ഘട്ടത്തിൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് യാത്ര, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽപ്പെട്ട സ്ഥലം എടക്കര എന്ന സ്ഥലം. ഈ എടക്കരയിലെത്തിയപ്പോ റോഡിൽ നിറയെ പർദ്ദയിട്ട പെൺകുട്ടികൾ, നിറയെ പർദ്ദയിട്ട പെൺകുട്ടികൾ. പർദ്ദ എന്നുള്ള സാധാ പർദ്ദയല്ല, നമ്മൾ അസ്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ പർദ്ദ. മുഖം മറച്ചിട്ടുണ്ട്, മുൻകൈ മറച്ചിട്ടുണ്ട്, കാല് മറച്ചിട്ടുണ്ട്. അമ്മ അതിൽ പെൺകുട്ടികൾ. സാധാരണ നല്ല സ്വാധീനങ്ങളായ പണ്ഡിതന്മാരുടെ വീട്ടിൽ ഇങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടാകാറുണ്ട്. നല്ല സയ്യിദന്മാർ തങ്ങന്മാരുടെ വീട്ടിൽ ഇങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടാകാറുണ്ട്. പൊതുവെ അത്തരം പെൺകുട്ടികളെ ദീനിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാൻ പ്രയാസമാണ്. പക്ഷെ ഇടയ്ക്ക് ഇതിന് മാത്രം തങ്ങന്മാരും ഉസ്താദുമാരും ഉണ്ടാവുമോ ഞാനൊന്ന് സംശയിച്ചു. അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു, ആരാണ് ഈ പെൺകുട്ടികൾ? അപ്പൊ ഒരു അറിയില്ലായിരുന്നു. അതുപോലെ ജിന്നിന്റെ ഒരു കോളേജിൽ അയച്ച കുട്ടികളാണ്. അവരുടെ ജിന്ന് വിഭാഗത്തിന് മുഖമറക്കൽ നിർബന്ധമാണ്, കൈമറക്കൽ നിർബന്ധമാണ്, കാൽമറക്കൽ നിർബന്ധമാണ്. മുജാഹിദ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ന് മുസ്ലിം സ്ത്രീകളുടെ യഥാർത്ഥ വേഷം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഒരു കാലഘട്ടത്തിൽ അന്യ സ്ത്രീകളെ ജമീല, സുല്ലമിയ, ഇടവണ്ണയെ പോലുള്ള മുജാഹിദ് പണ്ഡിതകളുടെ പരപുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സ്റ്റേജ് വെച്ച് പ്രസംഗിക്കാൻ പ്രചോദനം കൊടുത്ത ആളുകൾ ഈ സ്ത്രീകളെ പരസ്യമായി കോഴിക്കോട്, മഞ്ചേരി നഗരങ്ങളിൽ പ്രകടനം നടത്താൻ വേണ്ടി മുഖവും മുൻകൈയും തുറന്നിട്ടുകൊണ്ട് അന്യപുരുഷന്മാർക്ക് പ്രകടനം നടത്താൻ വേദിയെടുത്തുകൊണ്ടും അവരാണ് ഈ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവർ തിരിച്ചും മൊത്തം ടോട്ടലി ആശയക്കുഴപ്പമാണ്. വളരെ ചില ആൾക്കാർ ബുഖാരിന്റെ വാപ്പോറുകൾ സ്വീകരിക്കില്ല. വളരെ വളരെ മോശമായ പ്രവണതകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന് പുറത്തു പോകുന്ന വാക്കുകളും ആശയങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചിന്നിച്ചതറിക്കിടക്കാർ ഗ്രൂപ്പുകളെ എണ്ണാൻ നമ്മുടെ സമയം കഴിയില്ല. ശരിക്കും ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ അവർക്ക് ആദർശം പറയുക? മുജാഹിദ് അവസ്ഥ നിലവിലുള്ള അവസ്ഥ, നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു മേശയിൽ ചുറ്റുമിരുന്നു. അവിചാരിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ കയ്യിൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി എങ്ങനെ ഉണ്ടാവും? അത് രണ്ട് കഷ്ണങ്ങൾ യോജിപ്പിക്കാം. ഇത് ഒരു വലിയ കഷ്ണം, ചെറിയ കഷ്ണം, വലിയ കഷ്ണം, ചെറിയ കഷ്ണം, ചിന്നിച്ചേറി അപ്പുറത്ത് ചില്ലും കൂടും, അങ്ങനെ ചതുരേട് പോയി. സത്യം പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉദാഹരണം അതാ. ഒരു കാരണവശാലും യോജിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാധ്യതയും ഒരു സാഹചര്യമില്ല. ഇടക്കാലത്തിന് സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാർ യോജിപ്പിക്കാൻ പറ്റുമോ നോക്കുമ്പോഴേക്കും വീണ്ടും അടുത്ത പിളർപ്പ് നിരന്തര പിളർപ്പാണ്. സത്യം പറയാൻ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താ ചെയ്യാൻ കഴിയാമോ? നമ്മൾ ഗ്ലാസ് പൊട്ടിയാൽ എന്താ ചെയ്യാ? ഒരു ചൂലും മുറം കൊണ്ടുവരും, അടിച്ചുകൂട്ടും, ആ മുറത്തിലാക്കും, വേസ്റ്റ് കുഴി കൊണ്ടുപോയിടും. അക്ഷരാർത്ഥത്തിൽ നിന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇതുപോലെ വധിച്ചു കൂട്ടി ചേർത്തുകൂടാൻ മാത്രമേ പറ്റൂ. ഒരു നൂറ്റാണ്ട് പോലും തികക്കാനാകാതെ ചരിത്രത്തിന്റെ ശവപ്പറമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാനം പിടിക്കാൻ പോവുക. ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? ജമാഅത്തെ ഇസ്ലാമികളുടെ ഈ രാജ്യത്തെ ഭരണകൂടത്തെ അനുസരിച്ച് ശിർക്കാണ് അവർ വന്നത്. ഈ രാജ്യത്തെ ഭരണകൂടത്തിന് കീഴിൽ മത്സരിക്കൽ ശിർക്കാണ്, വോട്ട് ചെയ്യാൻ ശിർക്കാണ്, ഈ രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കൽ ശിർക്കാണ്, ഈ രാജ്യത്തെ കോടതിയിൽ കേസ് കൊടുക്കൽ ശിർക്കാണ്, ഈ രാജ്യത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ശിർക്കാണ്, ഈ രാജ്യത്തെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കൽ ശിർക്കാണ്, പഠിപ്പിക്കാൻ പറഞ്ഞയക്കൽ ശിർക്കാണ്. സമാന്തരമായി വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയ ആളുകൾ ആ ജമാഅത്തെ ഇസ്ലാമി ശിർക്കാണെന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുന്നണികളെ ചേർന്ന് പ്രവർത്തിക്കുന്ന വിരോധാഭാസം പ്രകടമായി കാണുമ്പോൾ ആർക്കാണ് ആദർശം പറയാൻ സാധിക്കുക? അവിടെയാണ് സമസ്തയുടെ പ്രസക്തി. ഇതാ ഈ പറയുന്ന NDF-കാർ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ മതം പറയാൻ മതസംഘടനകളുണ്ട്, രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയ സംഘടനകളുണ്ട്, പ്രതിരോധത്തിന് നമുക്ക് സംവിധാനം വേണ്ട ജിഹാദിനെ ചോദിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം വേണ്ട, ഒന്നും വേണ്ട, പ്രതിരോധം മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ വിമർശനം നടത്തിയ ഈ വിഭാഗത്തെ എന്ത് സംഭവിച്ചു? അവരും സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ കടന്നു അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മൾ ആദരണീയരായ പണ്ഡിതന്മാർ പറഞ്ഞത്, നമുക്ക് ആദർശത്തിന് വിശുദ്ധി പറയാൻ അധികാരമുള്ള, അവകാശമുള്ള കേരളത്തിലെ ഒരേ ഒരു സംഘടന അത് സമസ്ത കേരള ജനതയെ മാത്രമാണ്. അതുകൊണ്ട് ആദർശ വിശുദ്ധിയുടെ 90 വർഷങ്ങളുടെ പ്രമേയം തന്നെയായിരിക്കണമെന്ന് ആദരണ നമ്മുടെ പണ്ഡിതന്മാരാണ് ആ പ്രമേയം തെരഞ്ഞെടുത്ത്, വേറെ ആരുമല്ല. നമ്മൾ വിശുദ്ധമായ മാർഗം. പിന്നെ ഈ മാർഗത്തെക്കുറിച്ച് നമുക്ക് സംശയം തോന്നും. എന്താ പ്രശ്നം വെച്ചാൽ സുന്നിയാണ് ശരി, ഉറപ്പിങ്ങനെ പറഞ്ഞാൽ ശരി തന്നെ. പക്ഷേ ഏറ്റവും നല്ലവർ സുന്നിയല്ലാത്ത ആൾക്കാരാണ്. മുജാഹിദ് നല്ല ആൾക്കാരെ നിസ്കരിക്കാൻ പള്ളിക്ക് സമയത്ത് പോകും. ജമാഅത്തർ വളരെ കൃത്യമാണ്, ഓരോ ഖുർആൻ ക്ലാസും കാര്യം ഓരോ പ്രബോധമായിട്ട് നടക്കും. തബ്ലീഗ് ജമാഅത്തിൽ പറയും വേണ്ട, അതിനേക്കാളും തഖ്വയാണ്. നൂർ ശത്രുക്കത്തിൽ അതിനേക്കാളും നല്ല ആൾക്കാർ ദിക്റും തസ്ബീഹും, എല്ലാ പാർട്ടിയും നല്ലതാണ്. നമ്മൾ സുന്നി മാത്രമോ പക്ഷേ ഈ ഇരിക്കുന്ന സുന്നികളല്ല.
ഈ ഇരിക്കുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മനിരതരായ കേരളത്തിന്റെ ഘടകങ്ങളിൽ മഹല്ലുകൾ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന ഈ പ്രവർത്തനം അറിഞ്ഞില്ല. നമ്മൾ സാധാരണക്കാരെ സുന്നികളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണക്കാരെ സുന്നികൾ നിസ്കാരത്തിൽ നമ്മൾ പിന്നില്ല, ദീനി കാര്യങ്ങളിലൊക്കെ പിന്നില്ല. നല്ലത് ഓരോ പ്രശ്നവും മുജാഹിദ് ജമാഅത്ത് ബദരിയൊക്കെ നല്ല, നമ്മൾ കുറച്ച് ബാക്കിലാ. ആരാ കള്ളുടമാര്? അത് സുന്നികളായിരിക്കും. ആരാ ഷീട്ടുകാര്? സുന്നികള്. ആരാ വ്യഭിചാരി? ഒക്കെ കേസിലൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ പ്രതികള്. ഇടക്കാലത്ത് നിലമ്പൂരിൽ ഞങ്ങളടുത്തൊരു ബലാത്സംഗ ശ്രമം നടന്നു. 6 പേര് പ്രതികളാ. 6 മുസ്ലിം, അബ്ദുൽ നാസർ, അബ്ദുൽ ഖുദ്ദൂസ്. ഇത് വേറെ 6 പാർട്ടിക്കാർ ബലാത്സംഗ കേസിലെ പ്രതികള്. മുജാഹിദിന്റെ ഓഫീസിൽ പോയി ചോദിച്ചു നോക്കാന്ന് വെച്ചാല് പോയി, നിങ്ങൾ ആൾക്കാരാ? മുജാഹിദ് പറഞ്ഞു, ഞങ്ങൾ ഔദ്യോഗിക വിഭാഗം, ഞങ്ങളെ ആൾക്കാരല്ലവര്. ഈ മടവൂരിന്റെ ഓഫീസിൽ അവിടെ പോയി ചോദിച്ചു നോക്കിയ. അങ്ങനെ മടവൂരിന്റെ ഓഫീസിൽ പോയി. മടവൂരിന്റെ ഓഫീസ് പറഞ്ഞു, ഞങ്ങൾ വളരെ ആക്റ്റീവാണ്, ഞങ്ങളെ ഘടകം അത് എല്ലാ പ്രവർത്തകരില്ല, നിങ്ങൾ ജിന്നിന്റെ അവിടെ പോയി നോക്കിയാണ്. ആ ജിന്നിന്റെ ഓഫീസിൽ പോയി ചോദിച്ചു നോക്കി. ജിന്നുള്ള ചെറുപ്പക്കാരൊക്കെ ഞങ്ങളെ കൊടുക്കുന്ന പ്രശ്നം ഈ 6 ഞങ്ങൾ ആൾക്കാരല്ലായിരുന്നു. എന്നാ പിന്നെ അപ്പുറത്ത് വേറെന്ത് മറ്റേ അബ്ദുറഹ്മാൻ 20 ഹദീസ് നിഷേധിക്കുന്ന വിഭാഗം അവിടെ പോയി നോക്കിയാണ്. അവിടെ ഞങ്ങൾ ആൾക്കാർ അവിടെ എത്തിയിട്ടല്ല, ഞങ്ങൾ ആൾക്കാരും അല്ല. എന്നാൽ ഇപ്പുറത്തിന്റെ വേറെ സുബൈർ മംഗളുടെ ഗ്രൂപ്പുണ്ട്. താടി വെട്ടാൻ പാടില്ല, തുണി കണങ്കാണ്ട മധ്യ എടുക്കണം, അറബി ഹുത്തുബ അറബിയിൽ ഓതാനുള്ള പുതിയ പരിഷ്കരണവാദങ്ങളുമായി മുജാഹിദ് രംഗത്ത് വന്ന സംഘടന ഉണ്ടാക്കൽ വിദാർത്താണ് പുതിയ സംഘടന ഉണ്ടാക്കിയവനാണ്. അത് പോയി നോക്കിയായിരുന്നു. അത് ഞങ്ങൾ ആൾക്കാരല്ല. എന്നാ പിന്നെ കഴിച്ചു ബാക്കി സുന്യ, എന്നാ പിന്നെ 6 സുന്യ. ഇങ്ങനെ സുന്നിനെ വിലയിരുത്തുന്നതുകൊണ്ടാണ് സുന്നി മോശമായി തോന്നുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾക്കനുസരിച്ച് യഥാവിധി ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ SKSSFന്റെ സുന്നി യുവജന സംഘത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ഇരിക്കുന്ന കർമ്മനിരതരായ പ്രവർത്തകന്മാരെ ബഹ്റൈനിന്റെ ചീഫ് ജസ്റ്റിസ് വന്നിട്ട് നേർക്കുനേരെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈമാന്റെ പ്രകാശങ്ങളെ മുഖത്ത് കത്തിക്കെടുക്കുന്നു, എനിക്ക് സന്തോഷമറിയില്ല. ഈ പ്രവർത്തകരെ നോക്കിയിട്ടല്ല, അവർ സാധാരണക്കാരാളെ നോക്കിയിട്ട് കഴിച്ചു ബാക്കിയിലെടുത്തുള്ള സുന്നി മോശം, അല്ലെങ്കിൽ ഒരു മോശമല്ല. പിന്നെ നമ്മൾ സുന്നിക്ക് ആൾക്കാർക്കുള്ള സംശയം, നമ്മൾ പ്രവർത്തിക്കാൻ വളരെ ബാക്കിലാ. മറ്റേ കൂട്ടുകണ്ടില്ലേ, ഒരു ഭയങ്കര ആക്റ്റീവാ, മുജാഹിദ് അതിലേറെ ഉഷാറാ, ജമാഅത്ത് ഒക്കെ ഉഷാറാ. അവർക്ക് 10 പോസ്റ്റർ കൊടുത്താല് അവർ ഫോട്ടോഷോപ്പ് 100 ഒട്ടിക്കും. നമുക്ക് 10 കിട്ടിയാൽ ഒറ്റൊന്നും ആദ്യം ഒട്ടിക്കൂല. മേൽഘടകം ചോദിക്കും, നിങ്ങളുടെ പോസ്റ്റർ കണ്ടില്ല, ഞാൻ ഉടനെ ഒട്ടിക്കാം, വൈകിയതാണ് ഒട്ടിക്കാറ്. ഇവിടെ 3 ഒട്ടിക്കും. 7 പിന്നെ അടുത്ത പറഞ്ഞ കുട്ടിക്ക് പുസ്തകം പൊതിയാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കും. നമ്മൾ മഹാമടിയന്മാരാ. എന്താ പ്രശ്നം? അതന്നെ നമ്മൾ സത്യവിഭാഗങ്ങൾ തെളിവാ. നമ്മുടെ പ്രത്യേകം എന്താ? നമ്മൾ പിശാച്ച് നമ്മളിങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ട യോഗത്തിൽ പോകേണ്ടടാ, പോസ്റ്റ് ഒട്ടിക്കേണ്ടതാണ്. മറുവിഭാഗങ്ങൾക്ക് മുഴുവൻ എല്ലാ സപ്പോർട്ടും ലഭിക്കേണ്ട പിശാച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംശുദ്ധമായി മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്ന ബിദഈ സംഘങ്ങൾ മാത്രമല്ല, ഇതിന് സമാന്തര സംഘം രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാക്ഷാൽ കാന്തപുരം വിഭാഗം പോലും ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ വ്യതിചരിച്ച് ഈ മുടിയുമായി കെട്ടിപ്പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സത്യത്തിൽ എത്തിക്കുന്ന അവസ്ഥാവിശേഷം കാന്തപുരത്തെ ഈ മുടി കാന്തപുരത്തെയും കൊണ്ട് എന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ഇജ്ജത്തായി അന്തസ്സായി സമസ്തത്തിന് അണിനിരന്നുകൊണ്ട് ഈ വിശുദ്ധമായ ആദർശത്തിൽ കരുത്ത് പകർന്നുകൊണ്ട് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് വിപ്ലവ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.